മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ചുറ്റുമതിലിന്റെ നിർമ്മാണ ഉദ്ഘാടനവും AC മൊയ്തീൻ MLA നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ മതവൽക്കരിക്കാൻ ഭരണകൂടം തന്നെ ശ്രമം നടത്തുന്ന കാലഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന്, വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം മനുഷ്യനാകുക എന്നതാണെന്നും MLA പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 100 ലക്ഷം ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം ചിലവിട്ടാണ് ചുറ്റുമതിൽ നിർമ്മിക്കുന്നത്. ചടങ്ങിൽ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ KK മണി, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, മെമ്പർ ടെസി ഫ്രാൻസിസ്, പ്രിൻസിപ്പാൾ V സ്മിത, സ്കൂൾ വിവിധ സമിതികളുടെ ഭാരവാഹികളായ CM അഷ്റഫ്, AM താഹിർ, ഹിമ, K വിജയൻ മാസ്റ്റർ, ഡോക്ടർ NV ആന്റണി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK സന്തോഷ് കുമാർ, സ്കൂൾ ലീഡർ RM മുഹമ്മദ് ഇർഫാൻ, അധ്യാപകനായ ഡോക്ടർ TT അജിത് എന്നിവർ സംസാരിച്ചു. ജില്ലാ സംസ്ഥാന കായികമേളകളിൽ മികവ് പ്രകടിപ്പിച്ച വിദ്യാർത്ഥികളായ PA സിദ്ധാൻ ഹസൻ, CR ആരുഷ്, സത്യൻ, ചെറുകഥ പുരസ്കാരം ലഭിച്ച അധ്യാപകൻ KS രതീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന പെങ്ങാമുക്ക് മൂലപ്പാട് മാർ ബസേലിയോസ് മാർ ഗ്രിഗറിയോസ് ഓർത്തഡോക്സ് പുത്തൻപള്ളി പെരുന്നാൾ ഭക്തിസാന്ദ്രമായി. ചൊവ്വാഴ്ച വൈകിട്ട് കുന്നംകുളം ഭദ്രസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരം, ദേശം ചുറ്റിയുള്ള കൊടിയും സ്ലീബായും നടന്നു. ഭദ്രാസനത്തിലെ കോർ എപ്പിസ്കോപ്പമാരും വൈദികരും സഹകാർമ്മികത്വം വഹിച്ചു. രാത്രി 9:30 മുതൽ ബാൻഡ് മേളവും ഗജവീരന്മാരുമായി ആരംഭിച്ച എഴുന്നള്ളിപ്പുകൾ ദേശം ചുറ്റി പുലർച്ചെ പള്ളിയിലെത്തി സമാപിച്ചു. ബുധനാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ഫാദർ യാക്കോബ് പ്രിൻസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ച മുതൽ ആരംഭിച്ച പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ 4:30 പള്ളിയിലെത്തി സമാപിച്ചു. വൈകിട്ട് എത്യോപ്യൻ ആർച്ച് ബിഷപ്പ് ആബൂനെ മൽക്കിസദേക് പള്ളി സന്ദർശിച്ചു. തുടർന്ന് കൊടിയും സ്ലീബായുമായി പ്രദക്ഷിണം, ആശീർവാദം എന്നിവയ്ക്ക് ശേഷം പൊതുസദ്യയുടെ പെരുന്നാളിന് സമാപനമായി. ആഘോഷങ്ങൾക്ക് കൈസ്ഥാനി ബിജു C ജേക്കബ്, സെക്രട്ടറി അഡ്വക്കേറ്റ് മെറീഷ് സക്കറിയ, ഇടവക വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോർ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോർ, കാലിക്കറ്റ്, പാറേമ്പാടം, കുന്നംകുളം. മുക്കാട്ടുകര മണ്ണുത്തി റോഡ് സഞ്ചാരികൾക്ക് അപകടക്കണിയായി തുടരുന്നു. കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി റോഡുകൾ പൊളിച്ചതിനാലും കൂടാതെ കേബിൾ വലിക്കുന്നതിനുമായി മുട്ടിന് റോഡിൽ കുഴികളെടുത്തതിനാലും സഞ്ചാരികൾക്ക് അപകടക്കണിയായി മുക്കാട്ടുകര മണ്ണുത്തി റോഡ് മാറിക്കഴിഞ്ഞു. നിരവധി പേർക്കാണ് കൈകൾ ഒടിയുക തുടങ്ങിയ അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപകടങ്ങൾ പെരുകുന്നതിനു മുമ്പ് അധികാരികൾ റോഡുകൾ നന്നാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആനയെ ആദ്യമായി തൊട്ടറിഞ്ഞ സന്തോഷത്തിലാണ് എത്യോപ്യൻ ആർച്ച് ബിഷപ്പ് ആബൂനെ മൽക്കിസദേക്. പെങ്ങാമുക്ക് മൂലപ്പാട് മാർ ബസേലിയോസ് മാർ ഗ്രിഗറിയോസ് പള്ളിപ്പെരുന്നാളിനെത്തിയതായിരുന്നു ആർച്ച് ബിഷപ്പ്. വാദ്യമേളങ്ങൾ ആസ്വദിച്ചും കൊമ്പൻ പാമ്പാടി രാജിന്റെ കൊമ്പ് പിടിച്ചും ആർച്ച് ബിഷപ്പ് കേരളത്തിന്റെ പെരുന്നാളിൽ പങ്കെടുത്തു. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ എന്നിവർ പെരുന്നാൾ ആഘോഷത്തെപ്പറ്റി ആർച്ച് ബിഷപ്പിന് വിശദീകരിച്ചു നൽകി. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് പങ്കെടുക്കാനാണ് എത്യോപ്യൻ ആർച്ച് ബിഷപ്പ് കേരളത്തിലെത്തിയത്. പരിമലയിൽ വെച്ച് കുന്നംകുളത്തെ പെരുന്നാളുകളെ പറ്റി അറിഞ്ഞപ്പോൾ ആർച്ച് ബിഷപ്പ് മൂലേപ്പാട് പള്ളിയിലെത്തുകയായിരുന്നു. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി
സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം, രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ, സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. അങ്കണവാടികളിൽ പുതിയ ഭക്ഷണ രീതികൾ ആരംഭിച്ചതിനാൽ അതിലേക്ക് ആവശ്യമായ അടുക്കള ഉപകരണങ്ങളും വേസ്റ്റ് ബിന്നും നൽകി. കാട്ടാക്കാമ്പൽ പഞ്ചായത്തിൽ 26 അങ്കണവാടികൾക്കാണ് ഈ വാർഷിക പദ്ധതിയിൽ നിന്ന് 2 ലക്ഷം രൂപ ചെലവിട്ട് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ വിതരണോദ്ഘാടനം നടത്തി. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിൻഡോ റെനി, ഷീജ സുഗതൻ, മെമ്പർമാരായ MS മണികണ്ഠൻ, സുധീർ, അസിസ്റ്റന്റ് സെക്രട്ടറി സുജ, IDDS സൂപ്പർവൈസർ PV ശോഭ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സൂപ്പർ ലീഗ് കേരള സീസൺ 2 തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്ന തൃശൂർ മാജിക് FC യുവ ഗോൾ കീപ്പർ കമാലുദ്ദീൻ ദേശീയ ശ്രദ്ധയിലേക്ക്. 15-ന് തായ്ലൻഡിനെതിരെ നടക്കാനിരിക്കുന്ന സൗഹൃദ മത്സരത്തിനുള്ള 25 അണ്ടർ 23 ഇന്ത്യൻ സാധ്യതാ ടീമിൽ കമാലുദ്ദീൻ ഇടം നേടി. തൃശൂർ ജില്ലയിലെ കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അക്കിക്കാവ് കുപ്പിക്കുന്ന് സ്വദേശിയായ ഈ 21-കാരൻ സൂപ്പർ ലീഗ് കേരളയിലെ മികച്ച പ്രകടനത്തിലൂടെയാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. റഷ്യൻ പരിശീലകൻ ആന്ദ്രേ ചെർമനീഷെപ്പിന്റെ തന്ത്രങ്ങളിൽ അണിനിരക്കുന്ന തൃശൂർ മാജിക് FC ലീഗിൽ 4 മത്സരങ്ങളിൽ നിന്ന് 9 പോയിന്റുമായി നിലവിൽ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. ടീമിന്റെ ഈ മികച്ച പ്രകടനത്തിൽ കമാലുദ്ദീന്റെ പങ്ക് ഏറെ നിർണായകമായിരുന്നു. ഇതുവരെ കളിച്ച 4 മത്സരങ്ങളിലും തൃശൂരിന്റെ ഗോൾവല കാത്ത കമാലുദ്ദീൻ 3 ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കി. ലീഗിലെ മികച്ച ഗോൾ കീപ്പർമാരിൽ പട്ടികയിൽ മുന്നിലാണ്. സാധ്യതാ പട്ടികയിൽ ഇടം നേടിയതിലും ഇന്ത്യക്കായി ബൂട്ട് കെട്ടുക എന്നുള്ളതിലും ഏറെ സന്തോഷമുണ്ടെന്ന് കമാലുദ്ദീൻ പറഞ്ഞു. ഇത് സൂപ്പർ ലീഗ് കേരളയിലൂടെ ഞാൻ ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾക്ക് ദേശീയ ശ്രദ്ധ നേടാൻ സാധിക്കുന്നുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിലും തൃശൂരിനായി മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്നും കമാലുദ്ദീൻ പറഞ്ഞു. ദേശീയ ടീമിന്റെ സാധ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ കമാലുദ്ദീൻ തൃശൂർ മാജിക് FCക്കും സ്വന്തം നാടായ അക്കിക്കാവിലെ കായിക പ്രേമികൾക്കും സൂപ്പർ ലീഗ് കേരളയ്ക്കും അഭിമാനമായി മാറിയിരിക്കുകയാണ്. കമാലുദ്ദീൻ അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അക്കിക്കാവ് കുപ്പിക്കുന്ന് അത്തിക്കപ്പറമ്പിൽ കാസിം ബുഷറ ദമ്പതികളുടെ മകനാണ്. IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. സെന്റ് MMC UP സ്കൂളിൽ മഴവില്ല് 2025 സംഘടിപ്പിച്ചു. സെന്റ് MMC UP സ്കൂളിൽ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നടന്ന കലാമത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും മഴവില്ല് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ചു. വിദ്യാലയ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും കുന്നംകുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടറുമായ മിഥു കെ തമ്പി സമ്മാന വിതരണവും ബോധവൽക്കരണ ക്ലാസും നയിച്ചു. PTA പ്രസിഡന്റ് രാജേഷ് KB, മാനേജർ മദർ ലുദിയ OCC, പ്രധാനാധ്യാപിക ഷൈജി ടീച്ചർ, സ്റ്റാഫ് പ്രതിനിധി നീനു C സണ്ണി എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ 2ാം വാർഡിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ AV വല്ലഭൻ മുഖ്യാതിഥിയായിരുന്നു.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സത്യവതി PK, സിബിൻ NJ, രത്നകുമാരി, വാർഡ് മെമ്പർ ബിബിൻ KU, ഷഹർബാൻ, പഞ്ചായത്ത് സെക്രട്ടറി വൃന്ദ V എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജ്യോതിരാജ് PS റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2ാം വാർഡിലെ പഞ്ചായത്ത് റോഡ് ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി പരിസരത്തുള്ള പഞ്ചായത്ത് കിണർ നവീകരിക്കുകയും ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുകയും ചെയ്തു. 14 ലക്ഷം രൂപയോളമാണ് വഴിയോര വിശ്രമ കേന്ദ്രം പണിയുന്നതിന് വകയിരുത്തിയത്. വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ കുടുംബശ്രീ, കഫ്റ്റേരിയ, ടോയ്ലറ്റ് ബ്ലോക്കുകൾ എന്നീ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ പഞ്ചായത്തിന്റെ വികസന രേഖ MLA പ്രകാശനം ചെയ്യുകയും എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. പാര വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. കുന്നംകുളം ബോയ്സ് ഡഫ് സ്കൂളിൽ ഗേൾസ് ഹോസ്റ്റൽ, ഫുട്ബോൾ ടർഫ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. ഗവൺമെന്റ് ഭദ്ര വിദ്യാലയത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ 2 കോടി ചെലവഴിച്ച് നിർമ്മിച്ച ലേഡീസ് ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 10 ലക്ഷം രൂപ ചെലവഴിച്ച് സജ്ജമാക്കിയ ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടനം എന്നിവ നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർ ബിജു C ബേബി, AEO A മൊയ്തീൻ, VHSC പ്രിൻസിപ്പാൾ A വിജയലക്ഷ്മി, ഡെഫ് സ്കൂൾ പ്രിൻസിപ്പാൾ വിപിൻ P ചന്ദ്രൻ, ഡെഫ് HM ഡോക്ടർ സിത്താര, ബോയ്സ് സ്കൂൾ HM PT ലില്ലി, +2 പ്രിൻസിപ്പാൾ PI റസിയ, BPCC അനീഷ് ലോറൻസ്, PWD AX E സന്തോഷ് കുമാർ, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. വയോജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കൈത്താങ്ങ്. വയോശ്രീ യോജന സഹായ ഉപകരണങ്ങളുടെ വിതരണം നടത്തി. വയോജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കൈത്താങ്ങായ വയോശ്രീ യോജനയിലൂടെ BJP ഹെൽപ്പ് ഡെസ്കിന്റെ ആഭിമുഖ്യത്തിൽ സഹായ ഉപകരണങ്ങളുടെ വിതരണം നടത്തി. കുന്നംകുളം ലിവ ടവറിൽ വെച്ച് നടന്ന ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രധാന തന്ത്രി ദിവ്യസ്യ കേന്ദ്രം കോഴിക്കോട്, ആലിംകോ പ്രതിനിധി അജിത് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയടുത്ത്, PJ ജെബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. 100 പേർക്ക് വിവിധ സഹായ ഉപകരണങ്ങളായ വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക്, ഹെയറിംഗ് എഡ്, ബെൽറ്റ് എന്നിവ വിതരണം ചെയ്തു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിലെ നവീകരിച്ച 24-28 നമ്പർ അങ്കണവാടികൾ നാടിന് സമർപ്പിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം 2025-26 ഉൾപ്പെടുത്തി 4ാം വാർഡിലെ 24-28 നമ്പർ അങ്കണവാടികൾ നാടിന് സമർപ്പിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് അധ്യക്ഷത വഹിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി മുഖ്യാതിഥിയായി. ഇന്റർലോക്ക് ട്രസ് വർക്ക് നടത്തി 7.5 ലക്ഷം രൂപയാണ് അങ്കണവാടികളിൽ ചെലവാക്കിയത്. അങ്കണവാടി ടീച്ചർമാരായ ഷാജിദ, വിജി, ഹെൽപ്പർമാരായ ജയ, ALMSC അംഗങ്ങളായ അബ്ദുൽ കരീം, TC ചന്ദ്രൻ, മുഹമ്മദ് റാഫി, വിനോദ് നായരുശ്ശേരി, തങ്കമണി എന്നിവർ സംസാരിച്ചു. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ.
കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണിത്. പിന്നെ മാത്രമല്ല അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. ഒരു വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ. കുന്നംകുളം ഗവൺമെന്റ് ബദിര വിദ്യാലയത്തിൽ അപ്രതീക്ഷിത അതിഥിയായി ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ. അതിഥിയായി എത്തിയ വിജയനെ കണ്ട് അന്തം വിട്ട് വിദ്യാർത്ഥികൾ. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും കേരള പോലീസ് ഡെപ്യൂട്ടി കമാൻഡുമായിരുന്ന IM വിജയൻ കുന്നംകുളം നഗരമധ്യത്തിലുള്ള ഗവൺമെന്റ് ബദിര വിദ്യാലയത്തിലേക്ക് എത്തിയത്. സ്കൂൾ അങ്കണത്തിൽ നിർമ്മിച്ച ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വിജയനെ സ്കൂൾ അധികൃതർ ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ മറ്റു തിരക്കുകൾ കാരണം പങ്കെടുക്കാൻ വിജയന് കഴിഞ്ഞിരുന്നില്ല. ഉദ്ഘാടന ചടങ്ങിലേക്ക് വിജയന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന കുട്ടികൾക്ക് അദ്ദേഹം എത്താതിരുന്നത് മനോവിഷമത്തിനിടയാക്കി. ഇക്കാര്യം സ്കൂൾ അധികൃതരും വിജയന്റെ സൗഹൃദ വലയത്തിലുള്ളവരും വിജയനെ അറിയിച്ചതോടെയാണ് സ്കൂളിലെത്തി കുട്ടികളെ കാണാൻ അദ്ദേഹം തയ്യാറായത്. ഒഴിവാക്കാൻ കഴിയാത്ത ചില പരിപാടികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് തനിക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്നും കുട്ടികൾക്ക് വിഷമം ഉണ്ടായതറിഞ്ഞാണ് കാണാൻ വന്നതെന്നും വിജയൻ പറഞ്ഞു. കുട്ടികൾക്കൊപ്പം സെൽഫി എടുത്തും തമാശകൾ പങ്കുവച്ചും 20 മിനിറ്റിലേറെ സമയം അദ്ദേഹം ചിലവഴിച്ചു. ബദിര വിദ്യാലയത്തിലെയും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെയും അധ്യാപകരും വിജയനൊപ്പം സെൽഫികൾ പകർത്തി. ഉദ്ഘാടനം നടത്തിയ ടർഫിൽ വിദ്യാലയത്തിന്റെ വിദ്യാർത്ഥികൾക്കൊപ്പം പന്ത് തട്ടാൻ വീണ്ടും വരുമെന്ന് ഉറപ്പ് കുട്ടികൾക്ക് നൽകി മധുര വിതരണം നടത്തിയാണ് വിജയൻ മടങ്ങിയത്. കേരള പോലീസ് ഫുട്ബോൾ താരമായിരുന്ന MP വിനയചന്ദ്രൻ, സബ് ഇൻസ്പെക്ടറും മുൻ ബാസ്കറ്റ്ബോൾ താരവുമായ AJ വർഗീസ് എന്നിവരും വിജയനൊപ്പം ഉണ്ടായിരുന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ചാലിശ്ശേരി സെന്റ് ഔഗൻസ് സുറിയാനി പള്ളി പെരുന്നാൾ സമാപിച്ചു. പെരുന്നാൾ തലേന്ന് ബുധനാഴ്ച സന്ധ്യാ നമസ്കാരത്തിന് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള കൊടിയും സ്ലീബായും ഉണ്ടായി. പള്ളിയിലെത്തിയപ്പോൾ മെത്രാപ്പൊലീത്ത ധൂപപ്രാർത്ഥന, ആശീർവാദം, കൈമുത്തും നടത്തി നേർച്ച വിതരണവും ഫാൻസി വെടിക്കെട്ടും ഉണ്ടായി. രാത്രി വിവിധ പ്രാദേശിക ആഘോഷക കമ്മിറ്റിക്കാരുടെ പെരുന്നാൾ ആഘോഷം ഗജവീരന്മാരുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ആരംഭിച്ച് പുലർച്ചെ പള്ളിയിൽ സമാപിച്ചു. വ്യാഴാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് സിറിൽ മോർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത കാർമ്മികത്വം വഹിച്ചു. പെരുന്നാൾ സന്ദേശവും ഉണ്ടായി. പകൽ പെരുന്നാൾ ഉച്ചയ്ക്ക് ആരംഭിച്ച് വൈകിട്ട് 5-ന് ദേശങ്ങളിൽ വിളംബരം നടത്തി പള്ളിയിലെത്തി സമാപിച്ചു. തുടർന്ന് പള്ളിക്ക് ചുറ്റും കൊടിയും സ്ലീബ, ആശീർവാദം, ശ്ലൈഹിക വാഴ്വും നടത്തി പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിച്ചു. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ വർഗീസ് വാഴപ്പിള്ളി, സെക്രട്ടറി രാജു MV, ട്രഷറർ ബോബൻ പോൾസി എന്നിവർ നേതൃത്വം നൽകി.